ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഓണത്തിന് പറ്റിയൊരു ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ബനാറസി സിൽക്കാണ് മെറ്റീരിയൽ. അപ്പോൾ അതിൽ നെക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ഡിസൈൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി മെറ്റീരിയൽ നെക്ക് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു 3-4 ടൈപ്പിലുള്ള ബീഡ്സ് ആവശ്യമുണ്ട്. ഇതിപ്പം സ്മോൾ സൈസിലുള്ള പൈപ്പ് ബീഡാണ്, ബ്ലൂ കളറിലാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബ്ലൂ കളറിൽ ഉള്ള ചെറിയ തരം ബീഡ്സ് ആണ്. പിന്നെ ഇതുപോലത്തെ ആൻറ്റിക് ഗോൾഡൻ ബീഡ്സും, പിന്നെ ഇതുപോലത്തെ ഒരു പാക്കറ്റ് മീഡിയം സൈസിലുള്ള പൈപ്പ് ബീഡ്. ഇത് മൾട്ടി കളർ ബീഡാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബീഡ്സ് ആയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. കണ്ടോ, മയിൽപ്പീലിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അതുപോലെ ഞാനിപ്പം മെറ്റീരിയലിൽ ചോക്ക് വെച്ച് വരച്ച് കഴിഞ്ഞപ്പം അധികം കാണാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാനിപ്പം ചെറിയ പെന്നായിട്ട് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിലായിട്ട് ചെറിയ മിററാണ് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ സെൻറ്ററിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ടൈപ്പിലുള്ള മിറർ എടുത്തിട്ടുണ്ട്. നമുക്കത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. മിററെല്ലാം ഇവിടെ ഒട്ടി വന്നിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും ബ്ലൂ കളറിലുള്ള ബീഡ് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിക്ക് മുൻപ് നമ്മൾ ബീഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തുന്നുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ. പിന്നെ നമുക്ക് ബീഡ്സൊക്കെ നമ്മൾ ഇതിൽ കാണുന്ന പോലെ തുന്നിയെടുക്കാം. ഇതുപോലെ ഫുള്ള് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2-3 ലെയറും കൂടിയും ഇതിൻ്റെ ചുറ്റുമായിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ 3 ലെയർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മുടെ സ്മോൾ ടൈപ്പ് പൈപ്പ് ബീഡ് ഉണ്ടായിരുന്നു ബ്ലൂ കളറിലുള്ളത്, അത് ഇതിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ ക്ലിയർ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ബീഡ്സും വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലൂ ഇവിടെ ഒരു റൗണ്ട് നമ്മൾ ഫില്ല് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ കണ്ട ഷേപ്പിൻ്റെ അകത്തും ഫില്ല് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ അത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഡ്രോപ്പ് ഷേപ്പിൽ നമ്മുടെ പൈപ്പ് ബീഡ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഗ്രീൻ കളറിലുള്ള ത്രെഡ് വേണം. ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീഡ് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ തൽക്കാലം ബീഡ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ത്രെഡ് വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഗ്രീൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ചും ഇതിക്ക് മുൻപ് ചെയ്യുന്ന വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെയിൻ പോലെ നമ്മൾ കോർത്ത് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 2-3 ലെയർ അത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഇവിടെ നമ്മളിവിടെ ഗ്രീൻ കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഗോൾഡൻ കളറിലുള്ള ബീഡ് ഉണ്ട്,
ആ ഗോൾഡൻ ബീഡ് വെച്ചിട്ട് അടുത്ത ഷേപ്പും കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഇത്ര നേരം എങ്ങനെയാണോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഗോൾഡൻ ബീഡും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തും ഈ ഗോൾഡൻ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യാണ്. അത് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഫെദർ തുന്നിയെടുക്കാൻ പോകുന്നത് നമ്മുടെ മീഡിയം സൈസിലുള്ള മൾട്ടി കളർ പൈപ്പ് ബീഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മുടെ ബ്ലൂ കളറും ഗ്രീനും ഗോൾഡനും എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് ആ ബീഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫെദർ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഓരോ ബീഡും തുന്നിയെടുക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഡിസൈൻ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആക്കി എടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല ഭംഗിയിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂട്ടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.